ഹലോ വ്യൂവേഴ്സ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവർ വളരെ വിരളമായിരിക്കും. തലവേദന ശരിക്കും ഒരു തലവേദന തന്നെയാണ്. നാം അറിയേണ്ടത് തലവേദന പല കാരണങ്ങൾ കൊണ്ടും സാധാരണ വരുന്നതായിരിക്കും. ജലദോഷം മുതൽ ഗൗരവമേറിയിട്ടുള്ള ക്യാൻസർ രോഗത്തിന്റെ കാരണങ്ങൾ കൊണ്ടുവരെ തലവേദന വരാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പല ആളുകളും തലവേദന എന്ന് കാണുമ്പോൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ മനസ്സിലാവാം, ചിലപ്പോൾ ഗൂഗിളിൽ കാണുക ക്യാൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രോഗികൾ എന്ത് ചെയ്യും, വളരെ വിഷമത്തിലൊക്കെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ രോഗവും ഗൂഗിളിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ മോശമായിട്ട് ബാധിക്കും. കാരണം നമ്മളത് കൂടുതൽ ടെൻഷനിലേക്കും മറ്റും തള്ളിവിടും. അപ്പോൾ തലവേദനക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു വില്ലൻ എന്നത് ശരിയായ ഉറക്കില്ലായ്മ തന്നെയാണ്. അതായത് ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും കുറഞ്ഞത് ഉറങ്ങിയിരിക്കണം. ഇങ്ങനെ ഉറങ്ങുന്നില്ലെങ്കിൽ ആ ഒരാൾക്ക് തലവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കാരണം മാത്രമാണ് തലവേദനയുടേത്. അത് കൂടാണ്ട് വേറെയും ധാരാളം കാരണങ്ങൾ തലവേദനക്കുണ്ട്. അപ്പോൾ തലവേദന വരുന്ന ഓരോ ആളും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഫ്രീക്വന്റ്ലി തലവേദന ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു വൈദ്യനെ കണ്ട് അതിന്റെ കാരണവും ആ രോഗനിർണയമൊക്കെ നടത്തി എന്നിട്ട് ശരിയായ മരുന്നുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ തലവേദന വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണ് അതിന്റെ കാരണം, അത് കണ്ടെത്തിയിട്ട് ആ കാരണത്തിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തലവേദനക്ക് വിപണിയിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന പല മരുന്നുകളും മറ്റും സ്വന്തം ഇഷ്ടത്തിൽ, അതായത് സ്വയ ചികിത്സ എടുത്തിട്ട് മാറ്റാം എന്ന ഒരു ചിന്ത ആർക്കും പാടില്ല. തലവേദന ആയുർവേദത്തിൽ ചികിത്സിക്കുമ്പോൾ പ്രധാനമായിട്ടും ഓരോ രോഗിയുടെയും പ്രകൃതിയും മറ്റും പ്രകൃതി, വയസ്സ്, ബലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ടാണ് ആയുർവേദത്തിൽ മരുന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ നമുക്ക് തോന്നും വിധം ഒരു മരുന്ന് വാങ്ങി തലവേദനക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.